Hi friends, Assalamualaikum. Welcome back to my channel. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ടിപ്പ് വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്തെടുക്കുന്നത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലീൻ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെറുനാരങ്ങയൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ലിക്വിഡ് ഉണ്ടല്ലോ, നമ്മൾ പാത്രം കഴുകുന്ന എന്തെങ്കിലും ലിക്വിഡ് ആയാലും മതി, അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് എന്തായാലും മതി കേട്ടോ. അതുപോലെ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അപ്പക്കാരൊക്കെ കുറച്ചൊന്ന് ബേക്കിംഗ് സോഡ ഒക്കെ കുറച്ചൊന്ന് പഴകിയാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് പൊങ്ങി വരില്ല. എന്തൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിലും കുറച്ച് പഴകിയ സാധനമാകുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ ബാത്റൂമൊക്കെ ഫുള്ളായിട്ട് കഴുകാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെറുനാരങ്ങയും അതുപോലെ തന്നെ ലിക്വിഡ് ബേക്കിംഗ് സോഡ ഒക്കെ ഒന്ന് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. നമുക്ക് ടൈലൊക്കെ തന്നെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ നന്നായിട്ട് തന്നെ സഹായിക്കും. നമ്മൾ ബലം പിടിച്ച് ടൈലൊന്നും വെറുതെ ഉണ്ടാക്കുകയൊന്നും വേണ്ട. നമുക്ക് ചെറിയ തോതിലൊന്ന് അരച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് ടൈലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കണ്ടോ, ഈ ടൈലിൽ കണ്ടോ ഒരു കറുത്ത പൂപ്പ് പോലെ പിടിച്ച് കിടക്കുന്നുണ്ടോ. അപ്പോൾ ചില ടൈലിൽ ഇതൊരു മാറ്റ് ടൈപ്പുള്ള ടൈലാട്ടോ, പെട്ടെന്ന് തന്നെ ചളി പിടിക്കുകയും ചെയ്യും, പോകാനായിട്ട് നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാറുണ്ട്. നമ്മളെപ്പോഴും ബാത്റൂമിൻ്റെ വോൾ ടൈലൊക്കെ കഴുകുമ്പോൾ എപ്പോഴും ഹാർഡായിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുന്നതെല്ലാം നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്കൊന്ന് ടൈലൊക്കെ എപ്പോഴും സ്ക്രാച്ച് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ ടിപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ചകിരിയൊക്കെ വെച്ച് തന്നെ കഴുകിയാൽ തന്നെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ നല്ല ഹാർഡായിട്ടുള്ള ബ്രഷൊക്കെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ചൊക്കെ കഴിയുമ്പോൾ ടൈല് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഞാൻ മെല്ലെ ഒന്ന് വരച്ചെടുത്തപ്പോൾ തന്നെ അതിലുള്ള കറുത്ത ഇതുണ്ടല്ലോ, എന്താ പറയുക, ഒരു ചളി ഒരു കുത്ത് ഈ റഫായിട്ടുള്ള അങ്ങനത്തെ മാറ്റ് പോലത്തുള്ള ടൈല് പെട്ടെന്ന് തന്നെ അങ്ങനെ വരാറുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് എപ്പോഴും ഉപയോഗിക്കുന്ന ബാത്റൂമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് ഏത് ബാത്റൂമും നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീനാക്കി കിട്ടും. പ്രത്യേകിച്ച് മാറ്റ് പോലത്തുള്ള ടൈലിലൊക്കെ പെട്ടെന്ന് ചളി പിടിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വൃത്തിയാക്കി കൊണ്ടെടുക്കാൻ ഉള്ളൊരു പ്രയാസമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിനിലൊക്കെ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാഷ് ബേസിനൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്നും ചെയ്യേണ്ട, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ തന്നെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ ഇതുകൊണ്ടൊന്ന് ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നല്ല വെട്ടിത്തിളങ്ങുന്നൊരു നിറം തന്നെ നമുക്ക് ലഭിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞു തരണേ. നിങ്ങൾക്കിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും, നല്ല പുതിയ ടാപ്പിൻ്റെ അതേമാതിരി ആയിരിക്കും നമ്മൾ ഇതുകൊണ്ട് ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ. കണ്ടോ, നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കയ്യിൽ വെച്ച് എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഷെയ്ക്കായി കളിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിലെ കിച്ചണിലെ സിങ്ക് ഉണ്ടല്ലോ, അത് നല്ല കളറിൽ കിട്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലെമണിൻ്റെ പകരം വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിനെഗർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ സിങ്കിൽ അധികം അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അധികം അഴുക്കൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ എപ്പോഴും കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ബ്രഷൊക്കെ ഒന്ന് ഇട്ട് സൈഡിലൊക്കെ ഇച്ചിൽ വരാനൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ ഇതുപോലെ ബ്രഷ് ഇട്ടൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക. അതുപോലെ തന്നെ സിങ്കിൻ്റെ സെൻറ്ററിലുള്ള നെറ്റ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ഒന്ന് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സിങ്കിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ വീട്ടിലുള്ള പല സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അടുക്കളയും ബാത്റൂമും വൃത്തിയാക്കി കിട്ടുക വലിയൊരു കാര്യമാണ്.
അത് രണ്ടും വൃത്തിയായി തന്നെ നമ്മുടെ വീടിൻ്റെ പകുതി ഭാഗം വൃത്തിയായ പോലെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.